एक दिन कितना पैसा मिलता है आपको? വിൽ സ്മിത്തിന്റെ ചെറിയൊരു ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് ഇവനല്ല, ഇവന്റെ ഏട്ടൻ ഉണ്ടത്ര. ഏട്ടൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വിൽ സ്മിത്ത് ആണെന്ന്. മദ്രസ ഉണ്ട്, മദ്രസക്ക് പോകുന്ന കുട്ടികളെ കണ്ടോ? ആണ് ഒരു മദ്രസയിൽ പോവാണ്. ഹായ്, ഹലോ, നാം ക്യാ ഹൈ? രാജാ. രാജാ, तेरा नाम? तेरा नाम क्या है? रिज्जू. रिज्जू. शबीना. शबीना. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് യെല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കർണാടകേൻ്റെ ഒരു അറ്റം, അതായത് ഗോവയായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ യെല്ലാപ്പൂർ എന്ന് പറഞ്ഞത്. ഈ യെല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്തും, ഈ ഗോകർണയൊക്കെ പരിസരത്തായിട്ട് വരുന്ന അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹിൽ റീജിയനിൽ താമസിക്കുന്ന കുറച്ച് ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഒരു വിഭാഗം ട്രൈബൽസാണ് ഈ സിദ്ധീസ് എന്ന് പറഞ്ഞത്. ഇവർ മുൻകാലങ്ങളിൽ ഈ മുഗൾ സാമ്രാജ്യ കാലത്തൊക്കെ അവരുടെ സൈന്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ വംശജരുടെ ഒരു തലമുറക്കാരായിട്ട് വരുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരാണ് ഈ സിദ്ധീസ് എന്ന് പറയുന്നത്. ഇവർ ഇന്ത്യയിൽ ഇന്ന് കൂടുതൽ പല ഭാഗങ്ങളിലും, അതായത് ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കർണാടകത്തിൽ പ്രത്യേകിച്ചും ഈ യെല്ലാപ്പൂരും അങ്കോള എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 50,000-ൽ കൂടുതൽ പോപ്പുലേഷൻ ഈ സിദ്ധി ജനങ്ങളോടുണ്ട്. ഇവർ 15-16 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസ് പടയെടുത്ത് ഇവിടെ വന്ന സമയത്ത് അവരുടെ മിലിറ്ററിയിൽ അടിമകളായിട്ടുണ്ടായിരുന്ന ആളുകളായിട്ട് മിലിറ്ററിയിൽ അടിമകളായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകളാണ് ഈ സിദ്ധീസ് സമുദായക്കാർ. അവർ പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഇവിടെ അവർ ഇവിടുത്തെ ആളുകളായിട്ട് പുതിയ ജനറേഷനൊക്കെ ആയിട്ട് അവരിവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. അവരുടെ രൂപത്തിലൊക്കെ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവർ ആഫ്രിക്കക്കാരാണെന്ന്. പിന്നീട് ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടുത്തെ പല റിലീജിയനായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം വംശജരായിട്ടുള്ളൊരു 30% ആൾക്കാരായാലും മുസ്ലിം ആദിക്കുള്ള ആളുകളാണ്. അതുപോലെ തന്നെ 41% ആളുകളും ഹിന്ദു സിദ്ധീസുകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു 27% ആളുകളും ക്രിസ്ത്യൻ സിദ്ധീസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ മൊത്തം 50,000 പോപ്പുലേഷൻ വരുന്ന ഈ സിദ്ധീസ് ഇവിടെ ഈ ഒരു 2 ഭാഗങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതശൈലികളും അവരുടെ വീടും മറ്റും അവരുടെ ജീവിതശൈലികളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഒരു ഹില്ലി റീജിയനാണ്. നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫുൾ ഫോറസ്റ്റ് ആണ്. അതുമാത്രമല്ല ഒരു ഹില്ലി റീജിയൻ കൂടിയാണ്. അപ്പോൾ ഈ ഹില്ലി റീജിയനിലാണ് ഇവർ കൂടുതലായി താമസിക്കുന്നത്. ഈ മലമുകളിലും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടിരുന്നു. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആഫ്രിക്കൻ വംശജരാണ്. അവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഹിന്ദി അവർ സംസാരിക്കും, അതുപോലെ തന്നെ കന്നഡ സംസാരിക്കും. ഇതാണ് അവരുടെ പ്രധാന ഭാഷ. അത് ഈ ക്രിസ്ത്യൻ സിദ്ധീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു സിദ്ധീസ് ആയിക്കോട്ടെ, മുസ്ലിം സിദ്ധീസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹിന്ദിയും കന്നഡയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വേറെ പ്രത്യേകിച്ച് ഭാഷകളുണ്ടെന്ന് വെച്ചാൽ അവർ തമ്മിൽ വേറെ ഭാഷ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ നമുക്ക് ഹിന്ദി ഒക്കെ അറിയെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മച്ചിഗേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മച്ചിഗേരി എന്ന് പറഞ്ഞത് ഒരു വില്ലേജാണ്. ഇവിടെ നിരവധി വില്ലേജുകളുണ്ട്. മച്ചിഗേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പല ഭാഗങ്ങളായിട്ട് സിദ്ധി സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അതാണ് കാണാൻ പോകുന്നത്. മച്ചിഗേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ വില്ലേജിൻ്റെ അകത്താണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മുടെ കൂടെ 2 പേര് ചേർന്നിട്ടുണ്ട്. ഇത് അഫ്സൽ എന്നാണ് ഇവരുടെ പേര്, പിന്നെ സാഹിർ ഇവൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവർ വീടൊക്കെ ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടെ താഴേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വീടുകൾ, ഇതുപോലത്തെ വീടുകളുണ്ടാവും. ചെറിയ ചെറിയ വീടുകളാണ്. ഇടയിൽ ചെറിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. घर में कौन कौन है? मेरा भाई है, भाई हाँ, दादू, मम डैड. हाँ, मम डैड. टोटल कितना आदमी? 4. साहिर का मम मर गया. वो मर गया. पिताजी नहीं, पापा नहीं. അപ്പോൾ ഈ സഹീറിൻ്റെ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ജ്യേഷ്ഠനും ഉപ്പയുമ്മയുണ്ട്. ഇവൻ്റെ വീട്ടിൽ ഉമ്മ അല്ല, ഉമ്മ മരിച്ചു പോയതറ. പിന്നെ ഉപ്പ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയ അങ്ങനെ എന്തോ ആണ് സംഭവം. അങ്ങനെയൊക്കെയാണ് ഇവർ 2 പേരുടെ ഒരു ലൈഫ്. ഇനി ബാക്കി നമുക്ക് താഴെ പോയി നോക്കാം. ഇതുവരെ നമ്മൾ കണ്ട കർണാടകയൊന്നുമല്ല, ജസ്റ്റ് ഒരു കേരളത്തിൽ മറ്റൊക്കെ അവിടെ പോയിട്ടുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ കാണുമ്പോൾ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കുറേ പേര് ബൈക്കിലൊക്കെ കൊണ്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് ചെയ്യാത്ത സമയത്തൊക്കെയാണത്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആഫ്രിക്കൻ ഒരു ആഫ്രിക്കയിലാണോന്ന് തോന്നിപ്പോകും ഒരു 4-5 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ. മഞ്ചിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മസ്ജിദ്, ഇത് അവരുടെയൊക്കെ മസ്ജിദാണ്. അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി വരാം. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. പള്ളിൻ്റെ ഉൾവശം ഇതാണ് അല്ലേ. ഓക്കെ, ഹൗളൊക്കെ ഉണ്ട് ഇവിടെ.
റൈറ്റ് ഓർ ലെഫ്റ്റ്? അങ്ങനെ അഫ്സലും സഹീറും കൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ അകത്ത് പോയിട്ടൊരു വില്ലേജ് ഉണ്ട്, അലി ഗദ്ദ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം സിദ്ദീസ് ജീവിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട്. ആ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത്. क्या बोलते हैं अली गद्दे बोलो किधर है बोल रहा हूँ अली गद्दे जाते हैं आप क्या जाते हैं ഞാനിപ്പോൾ നിൽക്കുന്നത് യെല്ലാപ്പൂരിലുള്ള അലി ഗദ്ദ എന്ന് പറഞ്ഞൊരു ട്രൈബൽ വില്ലേജാണ്. ട്രൈബൽ മീൻസ് സിദ്ധി ട്രൈബൽസ്. സിദ്ധി ട്രൈബൽസിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഒരു ട്രൈബാണ്. അവർ ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കർണാടകയിൽ അവർ സെറ്റിൽ ആയിട്ടുണ്ട്. അതായത് ഈ യെല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ ഹിൽ റീജിയനിൽ, അതായത് മലനിരകളിലൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു ഗോത്രം. അവർ കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ മുൻ തലമുറക്കാർ, അതൊക്കെ ഈ മുഗൾ സാമ്രാജ്യ കാലത്തൊക്കെ അവരുടെ സൈന്യത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആഫ്രിക്കക്കാരാണ് ഈ സിദ്ധീസ് എന്ന് പറയുന്നത്. അവർ പിന്നീട് പോർച്ചുഗീസിൻ്റെ ഒരു ആധിക്യം ഉണ്ടായിരുന്ന സമയത്ത് അവർ മിലിറ്ററി അടിമകളൊക്കെ ആയിട്ട് അവരുടെ കൈവശം വെച്ചിരുന്ന അടിമ സമൂഹമായിട്ടുണ്ടായിരുന്ന ഈ സിദ്ധീസ് പിന്നീട് അവിടുന്ന് ഈ ഇന്ത്യയൊക്കെ സ്വതന്ത്രമായിരുന്ന ശേഷം അവർ പിന്നീട് അവരെ ഉപേക്ഷിച്ച് സൈന്യങ്ങളൊക്കെ മടങ്ങിയ സമയത്ത് അവരിവിടെ തന്നെ തങ്ങി. അങ്ങനെ ഈ ഗോവ കേന്ദ്രീകരിച്ചുള്ള ഗോവൻ്റെ പരിസരങ്ങളായിട്ടുള്ള ഈ വില്ലേജുകളിലൊക്കെ കർണാടക ബോർഡറിലൊക്കെ അവർ കൂടുതലായിട്ട് താമസിക്കുന്നുണ്ട്. ഹായ് ഹായ് സേ ഹായ് हाय नाम क्या तेरा? वो डरता नहीं, सब लोग डरते हैं. आप क्या काम कर रहे हैं? कुली काम कहाँ है? ये गांव पे हमें काम को तो भट्टा के काम बाहर से गांव पे हमारे यल्लापुर तालुक के अंदर क्या काम? कुली काम है. कुली काम. कहाँ घर कहाँ है आपका? घर हमारा वो कितना आदमी घर पे? हमें 5 जने. 5 பேர் இருக்காங்களாம்மா அவங்க வீட்டில். வீடு அங்கே இருக்காம்மா. கூலி வேலைக்கு போகிறாராம்மா. எல்லா இடத்துக்கும் போவாராம்மா. எல்லாப்பூர் டிஸ்ட்ரிக்ட் உள்ள எல்லா இடத்துலையும் வந்து கூலி வேலைக்கு போवाराम्मा. ओके निकाल. आपका बच्चा? हाँ. कितना साल? बड़ा है. कितना साल? शादी हो गया? शादी हो गया. बच्चा है उनका? बच्चा है वो पढ़ने रहा है अभी. इधर से छोटा बच्चा गया देखो भाग के. हाँ वो बच्चा आपका बेटा? बड़े बेटे का बेटा वो अभी लाल ये भरे ज्ञानी से साथी करके क्या करना? वो झाड़ का काम होता है नहीं. वो झाड़ हम ऊपर होने रहता, नीचे हमें रहते नहीं. हमें वो झाड़ अच्छा नहीं तो हमें झाड़ अच्छा नहीं, वो झाड़ जाना नहीं बोलते हैं. नीचे उतर को मालूम पड़ता है ऐसा. झाड़ देखा तो मालूम पड़ छोड़ते हैं वो झाड़ खराब है, जड़ा टूट जाता है. उनको मालूम पड़ता है. वो काट के रस्सी को छोड़ता है, रस्सी को पकड़ लेता है. റൈറ്റ് ഓക്കെ. മൂപ്പരെ മാനൂരിക്ക് ഇതിൻ്റെ മുകളിൽ ഇവർ ഈ അടക്ക പറിക്കണം. ഇവിടെ ഒരുപാട് അടക്ക മരങ്ങളുണ്ട്. കവുങ്ങിൽ അടക്ക പറിക്കലൊക്കെയാണ് ഇവരുടെ ജോലി. അവരുടെ മകനൊരു വർഷം അതിൻ്റെ മേലിൽ നിന്ന് വീണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ബാക്കിയൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ അവർ പറയുന്നത്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടല്ലേ? ഇത് ജുമാ മസ്ജിദേ? അവിടെ ജുമാ മസ്ജിദ് ഉണ്ട്. അതിൻ്റെ തൊട്ട് പരിസരത്ത് ഇപ്പുറത്തായിട്ടുണ്ടല്ലേ ഒരു ദർഗ ഉണ്ട്. കോൺസ ദർഗ? बाबा सुबानी. महमूद सुबानी. कितना साल ये दरगाह है? ये बहुत साल हुआ था, 10-12 वर्ष हुआ. 10-12 ओके. हाय. हेलो. नाम बताइए. साजिद. कहाँ जा रहे? मदरसे. वाह. मस्जिद में. कितना बच्चे हैं उनको साथ? तेरा साथ कितना बच्चे पढ़ रहे मद्रस में? कितना? आप एक है? ओके. 10-12 മദ്രസ ഉണ്ട്. മദ്രസയ്ക്ക് പോകുന്ന കുട്ടികളെ കണ്ടോ? ആണ് ഒരു മദ്രസയിൽ പോവാണ്. ഹായ്. ഹലോ. ഹായ്. ഇതാരാണ്? ഹായ്. नाम क्या है? राजा.
तेरा नाम तेरा नाम क्या है? हैं? रिज्जू। नाइस नेम। पापा तेरा नाम? शबीना। शबीना। क्या नाम तेरा? मुस्कान। ओके। क्या नाम तेरा? हैं? हुजबा। മിജ്ബ 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 എന്നാണ് നമ്മളെ പേര് അല്ലേ? മദ്രസ പോകണം എല്ലാവരും. क्या नाम तेरा? सरहाना। कितना क्लास में पढ़ रही है? 2 क्लास में। ഓക്കെ. അച്ഛാ, ഇവരൊക്കെ മദ്രസ പോകുന്ന കുട്ടികളാണ്. ഇപ്പോൾ അസ്ർ ബാങ്ക് കൊടുത്ത സമയമുണ്ട്. അസ്ർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മദ്രസയിൽ ക്ലാസ് തുടങ്ങും. അതാണ് ഇപ്പോൾ മദ്രസയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കണ്ടോളൂ. ഇതവരൊക്കെയാണ്. से हाय सबको போட்டோ எடுத்ததான் நம்ம நிறைய கிராமங்கள் பார்க்க போகிறோம். அவங்க எல்லாமே கிறிஸ்டின் சிட்டிஸ் இருக்காங்க, இன்னும் ஹிந்து சிட்டிஸ் இருக்காங்க, அந்த மாதிரி நிறைய இருக்காங்க. ரொம்ப ஆச்சரியமா இருக்கு எனக்கு ஃபர்ஸ்ட் டைம் உங்களை பார்க்குறது. ഇതാണ് ഇവിടുത്തെ മദ്രസ കുട്ടികൾ. മൊത്തം 4 കണ്ടോ, 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ഇവരിപ്പോൾ മദ്രസയിൽ പോവാണ്. ഹായ് നാം ക്യാ തെരാ? ലിജു. ലിജു ലിജു ഞാൻ എടുത്തിരിക്കാണ്ട്, നിൽക്കാൻ സ്ഥലമില്ല, താഴെ നിന്നിട്ട് കാണുന്നില്ല, എടുത്തിരിക്കാം. ഓക്കെ, എല്ലാവരും മദ്രസ പോവാണ്. പോയിക്കോ, സമയം കളയണ്ട. പോയിക്കോ. ഗോ ജാओ മദ്രസ് മേ ജാओ മദ്രസ്. റൈറ്റ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കുട്ടികൾ മദ്രസ പോയി. നമുക്ക് കുറേ ആൾക്കാരെ കാണാനുണ്ട് കേട്ടോ. നമുക്ക് ക്രിസ്ത്യൻ സിദ്ധീസ് ഉണ്ട്, ഹിന്ദു സിദ്ധീസ് ഉണ്ട്. അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ സെറ്റിലായിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം. ഇപ്പം ഇന്ന് സമയം ഒരു 5 മണിയായി. ഒരു വൈകുന്നേരം എത്ര നേരം കാണാൻ പറ്റുന്ന കാണാം. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളെ നമുക്ക് മറ്റുള്ള ഗ്രാമങ്ങൾക്കൊക്കെ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും മീറ്റ് ചെയ്യണം. ഇവിടെ ഓരോ ഇടവഴി ഈ സമയം കഴിഞ്ഞാൽ, വൈകുന്നേരം സമയം കഴിഞ്ഞാൽ, അസറിൻ്റെ സമയം കഴിഞ്ഞാൽ കുട്ടികൾ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. ചെറിയ കുട്ടികളൊക്കെയാണ്. കുറച്ച് പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. ഏകദേശം മുസ്ലിം കമ്മ്യൂണിറ്റി സിദ്ധീസ് കുറച്ച് കൂടുതലായിട്ട് പോപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം. പിന്നെ ഇവിടുത്തെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളൊക്കെ കുറച്ച് വലിയ വീടുകളും കുറച്ച് ചെറിയ വീടുകളോ ഒക്കെ ആയിട്ടുണ്ട്. അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് സിദ്ധീസ് അല്ലാത്ത ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ കൂടുതലായിട്ട് ജീവിക്കുന്നു. കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തന്നെ ഉള്ളത്. പക്ഷേ എല്ലാവരും പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവൽസൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചാണ് ഈ ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫെസ്റ്റിവൽ സമയത്തൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ഒരുപാട് അടക്ക തോട്ടങ്ങളുണ്ട്. വീടിൻ്റെ മുകളിലൊക്കെ റൂഫ് ഓട്ടുമ്പുറത്തൊക്കെ കണ്ടില്ലേ, ഒരുപാട് അടക്ക ഉണക്കാട്ടിരിക്കുന്നതൊക്കെ കാണാം. കുറേ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട്. ഇവിടുത്തെ പറമ്പ് പ്രദേശങ്ങൾ കറങ്ങി കഴിഞ്ഞാൽ നിരവധി സ്ഥലങ്ങളുണ്ട് ഈ ഒരു കവുങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു കടയും ഒക്കെ ഉണ്ട്. ഒരു ടൈലർ കട ഉണ്ട് അല്ലേ, അതൊരു ടൈലർ കടയാണ്, ടൈലർ ഷോപ്പാണ്. ടൈലറിങ് നടക്കുന്നുണ്ട് അവിടെ. ഒരു സ്ത്രീ ഇരുന്ന് ടൈലറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്, ചെറിയൊരു കട. क्या नाम तेरा? मोहम्मद यूसुफ। अब प्लेयर है? प्लेयर फुटबॉल प्लेयर? नहीं। क्या खेल कोई मोहब्बत है तुमको? फरहा है क्या खेल? वॉलीबॉल अच्छा है? अच्छा खेल है। हाँ, कहाँ ग्राउंड कहाँ है? फुटबॉल नहीं आती है? फुटबॉल नहीं, थोड़ी आती है। हाँ, ओके। कहाँ जा रहा है खेल? ऊपर। घर किधर है? उधर खेती के वो बाजू। ओके थैंक यू। हाय टाटा बोलो। टाटा ഇവര് ടൈലർ പണിയും ചെയ്യുന്നുണ്ട് ഇവിടെ. ടൈലർ ഷോപ്പുണ്ട്, മെഷീനൊക്കെ ഉണ്ടല്ലേ, ടൈലറിങ് നടക്കും ഇവിടെ. ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു കടയാണ് ഇത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ കുറച്ച് മുതിർന്നായിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള ചെക്കന്മാരാണ്. കണ്ടില്ലേ, ഇവരൊക്കെ ശരിക്കും സിദ്ധീസാണ്. ഫേസ് ചിരിയൊക്കെ കണ്ടില്ലേ.
ഇവര് കളിക്കൂട്ടോ, വോളിബോൾ പ്ലേയേഴ്സ് ആണ് ഇവര് മാക്സിമം ആൾക്കാർ. ഇപ്പൊ വോളിബോൾ പ്ലേയേഴ്സ് ഒക്കെ മൊബൈൽ ഗെയിമാണല്ലോ കളിക്കുന്നത്. ഇവര് വോളിബോൾ കളിക്കണ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ വോളിബോൾ ഫോണിലാണ് കളിക്കണോണ്ട്, ഫോണില് പക്ക ഗെയിം കളിയിലാണ് ഇവര്. ഏ മുഹമ്മദ് യൂസുഫ് തും वॉलीबॉल मैदान में नहीं है, फोन में. अभी नहीं खेल रहा हूँ. अभी नहीं खेल रहा हूँ. अभी फ्री फायर खेल रहा है. क्या नाम? शरीफ. नाम प्लीज, योर नाम प्लीज. नाम अब्दुल मनाफ. आपका? अब्दुल शाबिद. क्या नाम? आदित्य हेगड़े. आदित्य हेगड़े दोस्तों. ओके. मोहम्मद यूसुफ. अब अमीर ओके. आओ मैदान में आओ, वॉलीबॉल खेल आओ, मैं देखने के लिए. आओ. नहीं आज नहीं है, आज नहीं गेम नहीं है. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആൾക്ക് അലൗഡ് ഇല്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവരുടെ എന്തോ ഒരു സ്ഥാപനം ഉണ്ട്, സ്കൂൾ എന്തോ ഉണ്ട് അവിടെ, ചെറിയൊരു സ്കൂൾ എന്തോ ഉണ്ട്. ഇവരെ ഒരു സമയം കളഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്കൊക്കെ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് കരടി വരുന്ന സ്ഥലമാണ്. കരടി ഇഷ്ടം പോലെ ഉണ്ടാവുന്ന പറഞ്ഞു. വിൽ സ്മിത്തിന്റെ ചെറിയൊരു ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് ഇവനല്ല, ഇവന്റെ ഏട്ടൻ ഉണ്ടത്ര. ഏട്ടൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വിൽ സ്മിത്ത് ആണെന്ന്. അപ്പൊ ഇവിടെ ഉണ്ടത്ര ആള്. ഇപ്പൊ വരും, വന്നാൽ നമുക്ക് കാണാം. ഇവരും ആഫ്രിക്കൻസിന്റെ പോലെ തന്നെ, സുഡുകളെ പോലെ തന്നെയാണ്. നല്ല കായികക്ഷമതയുള്ള കളിക്കാരാണ്. നല്ല വോളിബോൾ കളിക്കുന്നത്. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ അവര് കളിക്കുന്നു, വോളിബോൾ കളിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ. അവന്മാരൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഇവിടുന്ന് വേറൊരു വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു വില്ലേജ് കൂടെ ഉണ്ട്. അവിടേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഒരു പട വരുന്നുണ്ട്. കളിക്കാൻ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു വോളിബോൾ ട്രാക്കും കൂടെ ഉണ്ട് കേട്ടോ. മരമൊക്കെ മൂന്ന് ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിനൂടെ കുറച്ച് ദൂരം താഴേക്ക് നടന്നപ്പോൾ ഇവിടെ മറ്റൊരു വില്ലേജിലേക്ക് എത്തി. ഭയ്യ ഗാവ് കാ നാം ബി അലിഗത്ത. സെയിം ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേരും അലിഗത്ത തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേരും. ഓക്കെ, പോയി നോക്കാം ഉള്ളിൽ എന്തൊക്കെയുണ്ട്. नाम क्या है? उमर साहब. ये गाँव पे काम घर है पूरा इधर है. क्या काम यार है? ಕೂಲಿ काम. ये सुपारी. हाँ सुपारी छोटम. ओके. कहाँ जा रहे? पूरा एलापुर जिला में पूरा जाए. ओके. कितना आदमी है गाँव पे? पॉपुलेशन जनसंख्या 100 रहेगा. 100. घर कितना है इधर? 50 घर है. एनिमल्स आती है रात में यहाँ? हाँ. ओके. आती है. प्रॉब्लम मुश्किल है? कोई मुश्किल है? मुश्किल नहीं. ओके. पूरा ഫോറസ്റ്റ് സറൗണ്ട്, പൂര ഫോറസ്റ്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഉമർ സാബ് എന്ന് പറഞ്ഞ ആളവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ യഹാ മസ്ജിദ് നെയ് नीचे आओ मस्जिद है. मोहरा मदरसा नहीं. पंजा मोहर्रम फेस्टिवल. वो सिर्फ मोहर्रम को एक मस्जिद है. ഓക്കെ. മൊഹറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മസ്ജിദാണ് ഇവിടെ. അത് ജുമാക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു മസ്ജിദ് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇവർ ഈ മൊഹറം പരിപാടികളൊക്കെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ആചരിക്കുന്ന ആൾക്കാരാണ് ഇവർ. 8. कितना बच्चे आपको? आपके 3 बच्चे. बड़ा छोटा?
सब छोटा है, सब बड़ा है, बड़ा है। शादी हो गया, शादी हो गया। ഈ മൊഹറം സമയത്ത് ആ മൊഹറം 9-10 സമയത്ത് ഉള്ളൊരു ആഘോഷമൊക്കെ കൂടുതലായിട്ട് ആചരിക്കുന്ന ആൾക്കാർ അതിനൊരു പോർഷൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബിൽഡിങ് കണ്ടില്ലേ. ഇവർ അത് ആചരിക്കുന്ന ടൈപ്പ് ആ ഒരു വിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു പ്രത്യേക ആചാരങ്ങളൊക്കെ അവരുണ്ടെന്ന് അതിന് തനിച്ചൊരു തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ജുമാ മസ്ജിദും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇത് മസ്ജിദല്ല, ബട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഷാബിർ का भाई किधर है? काम पर गए काम का का छोटी का काम क्या काम? ഉമ്മറ്റിക്ക്. ഇവിടെ വീടുകളുടെ മുകളിലൊക്കെ പുതിയ വീടൊക്കെ പണിയുമ്പോണ്ടല്ലോ അതിന്റെ മുകളിൽ ഒരു കൊടി കെട്ടും. എന്താണ് ഒരു കൊടി കെട്ടിച്ചിട്ടുണ്ടോ? എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഒരു കൊടിയാണ് അതിങ്ങനെ കുറെ വീടുകളുടെ മുകളിലുണ്ട്. ഈ പണി തീരാത്ത വീടിന്റെ മുകളിലൊക്കെ അതൊരു സേഫ്റ്റി ടൂളായിട്ട് ഉപയോഗിക്കണാണോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാക്കുകയാണ്. പിന്നെയുള്ള വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഫോറസ്റ്റിന്റെ ചെരുവിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മൂകത അവിടെ ഉണ്ട്. വേറൊരു വീടുണ്ട്, നല്ല കുട്ടികളൊക്കെ വീട്ടിലുള്ളവരൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണ്. ബാത്റൂമേ ബാത്റൂം ആണ് അവരെ വീട്. ഇതാണ് അതിൻ്റെ പുറത്തൊരു ബാത്റൂമൊക്കെ ഉണ്ട്. ഇവിടെ മറ്റൊരു വീട്, എന്തോ ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട് ഇവിടെ. ജാഫർ, ഓക്കെ, ജാഫർ എന്ന് പറഞ്ഞ ആള് പിന്നെ വീടാണിത്. ചെറിയൊരു വീടാണ്. आपका माताजी है? हाँ दादी दादी है. ओके नानी नानी वल्यमയാണ് അവന്റെ. ओके काम चल गया आप? काम नहीं है? कॉलेज है? ओ पढ़ रहे कहाँ? येल्लापुर. कौन सा कोर्स? कॉमर्स फर्स्ट ईयर सेकंड ईयर. ओके कैसा चलेगा उधर? बस में? बस कहाँ मिल गया आपको? बस मंचेरे में. പറഞ്ഞു വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ, മുതിർന്ന ആൾക്കാരൊക്കെ കൂടുതലും കൂലിപ്പണിക്ക് വന്നവരാണ്. കൂലിപ്പണിക്ക് മീൻസ് ഇവിടെ ഈ അടക്ക കൃഷി കൂടുതലുണ്ട്. അടക്ക പറിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. കവുങ്ങിലൊക്കെ കയറാൻ നല്ല പ്രായമുള്ള ആൾക്കാർ ഒരു കവുങ്ങിൽ കയറും എന്നാണ് പറയുന്നത്. പിന്നെ ഈ യങ്ങായിട്ടുള്ള പയ്യന്മാരൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ച് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കോളേജൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അവിടെ കോമേഴ്സും മറ്റൊക്കെ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്കിനി ഇതിന് പുറത്തേക്ക് പോകുന്ന ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വെള്ളമൊക്കെ അവർക്ക് വെള്ളം ഉണ്ടോ അതിൽ? കുടിവെള്ള പദ്ധതികളൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട്, നല്ല വെള്ളമൊക്കെ ഉണ്ട് കിണറിൽ. വീടിൻ്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. കൊടിയൊക്കെ എന്താന്നുള്ള സംഭവം മനസ്സിലാക്കില്ല. ये हेयर का एनी जेल यूज कर रहे हैं आप? जेल यूज कर रहे हैं? तुम भी यूज कर रहे हैं? मेरा कॉलेज वाला, कॉलेज हीरो. ये साफ इसका ഇവ എന്തോ ഇതിന്റെ തേക്കോത്രേ, അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലല്ലേ ഇവർ മുടി നാച്ചുറലായിട്ട് ഇങ്ങനെ. ഇപ്പൊ മുടിക്ക് എന്തോ തേക്കോത്രേ, അതെന്താ നോക്കാം. ഫോണില് കാണിച്ചു തരാന്ന് പറയുന്നു. ஹேய் நாம் கே செமீம் எங்க இருந்த இவ்வளவு நேரம் பார்க்கவே இல்ல. नाम क्या है? शमीम. इधर देखो, ये देखो शमीम. कितना क्लास में पढ़ रहे हैं? कितना क्लास? 3. कहाँ? कौन सा स्कूल? चिकोटी स्कूल. ओके जी. അഫ്സല് ഒരു മരുന്ന് യൂസ് ചെയ്യണം മുടിക്ക്. ജെല്ല്. വാട്ട് ഈസ് ദിസ്? ബെറീന. ഹൗ മച്ച്? 335 रुपीस. कितना दिन यूज कर रहे हैं? एक डब्बा एक ही दिन? അതല്ലേ കൊള്ളാം. എന്നാ ബെറീനെ മേടിച്ചിട്ട് വെച്ചിട്ട് വേറെ കാര്യം. ഇസ്മായിൽ ഭായി ആണ് അത്ര മൂപ്പര് പേര്. काम अच्छा है, आज काम हो गया. हाँ, कहाँ है? घर कहाँ है आपका? यहाँ पूरा सुपारी काम है. अच्छा, कितना एक दिन कितना पैसा मिलता है आपको?
500 ഓക്കെ. മൂപ്പര് 500 രൂപ കൂലിക്ക് വേണ്ടിയിട്ട് പണിക്കണം. ഇവിടെ എല്ലാവരും സുപ്പാരി പറിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു വീടാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പിന്നെ ഈ ഇതൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അത് അടുത്ത ആൾ വരുന്നു കണ്ടില്ലേ, എല്ലാം സുപ്പാരി. ഇസ്മായിൽ ഭായ് ആണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ തലവര്. ഇവിടുത്തെ മൊത്തം കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും മൂപ്പര് തന്നെയാണ്, ഈ ഇസ്മായിൽ ഭായ് എന്ന് പറയുന്ന ആള്. 25 വീടുകളുണ്ട് എന്നുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു തന്നിട്ടാണ് ഇപ്പോൾ മൂപ്പര് പോണത്. ഭയങ്കര അധ്വാനിക്കുന്ന ആളാണ് മൂപ്പര് എന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. മദർസ് ഗൈ ഗൈ മദർസ് ഗൈ സ്മൈലുണ്ടോ അവൻ്റെ? അബ്ദുൽ സാദിഖ് സുപ്പാരിന്റെ പണി കഴിഞ്ഞിട്ട് വരികയാണ്. 21 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. 600 രൂപ കൂലി മേടിക്കണ ഒരു ചെറുപ്പക്കാരനാണ് അബ്ദുൽ സാദിഖ്. ഓക്കെ 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 ഓക്കെ. അവന് പണിയുണ്ട്, പോട്ടെ എന്ന് പറഞ്ഞാൽ പോയി. വീടുകൾ 2 നില വീടൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വീടുകൾ എന്ന് പറയാനില്ല, അത്യാവശ്യം വലിയ വലിയ വീടുകളാണ്, വലുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കെട്ടുറപ്പുള്ള വീടുകളാണെന്ന് പറയാനില്ല, സാധാരണ ഗതിയിലുള്ള വീടുകളാണ്. ഇവിടെ ഇങ്ങനെ വഴിയുണ്ട്, നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് കാണാൻ വിചാരിച്ചിരുന്നത് ഇവിടുത്തെ മുതിർന്ന ആൾക്കാരെ കാണണം വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സിദ്ദീസ് ആണ് ഇവിടെ കൂടുതൽ താമസിക്കുന്ന ഒരു ഗ്രാമം. അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്നത്. ഇനി 2 വില്ലേജുകളോടുണ്ട്. 2 വില്ലേജ് മീൻസ് മിക്സ്ഡ് ആയിട്ടായിരിക്കും. അതായത് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി കൂടുതലുള്ള വില്ലേജ് ക്രിസ്ത്യൻ സിദ്ദീസ് എന്ന് പറയും, അതുപോലെ ഹിന്ദു സിദ്ദീസ് എന്ന് പറയും. ഇവരൊക്കെ സെയിം കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ ആ റിലീജിയസ് ആയിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടെന്നല്ലാതെ ഇവരുടേതായിട്ടുള്ള ചില പിന്നെ കൾച്ചറുണ്ട്, ആഘോഷങ്ങളുണ്ട്, ഫെസ്റ്റിവലുണ്ട്. അത് അവരെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത്. അങ്ങനത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്ത്യൻ വില്ലേജും അതുപോലെ തന്നെ ഹിന്ദു വില്ലേജും ഒക്കെ കാണണം. അപ്പോൾ അത് എവിടെയാണെന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വന്നപ്പോൾ ഈ അഫ്സൽ സഹീർ എന്ന് പറഞ്ഞ 2 പേരെ കിട്ടിയതുകൊണ്ട് അവർ ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇനി ഇവിടെ ഈ യെല്ലാപ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിരവധി ഗ്രാമങ്ങൾ ഇതുപോലെ ഉണ്ട്. അപ്പം വനത്തിൻ്റെ അകത്ത് തനിപ്പിച്ച് താമസിക്കുന്ന ആളുകളുള്ള ഗ്രാമങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്ര പോസിബിൾ എന്നറിയില്ല. ചില സ്ഥലത്തേക്കൊന്നും പോകാൻ അനുവാദം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മലമുകളിലുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം നമ്മളേതായാലും ഈ അലി ഗദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മുഖ്യധാര മുഖ്യ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോവാണ്. ഈ നാട്ടിലെ മുതിർന്ന ആളുകളൊക്കെ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ പരിപാടികൾ, പണിയൊക്കെ കഴിഞ്ഞിട്ട്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരും. കണ്ടില്ലേ, ഇപ്പം കണ്ടില്ല. ഇവിടെ ഒരു ദർഗ ഉണ്ടല്ലോ, അതിന്റെ മുൻഭാഗം ഇങ്ങോട്ടാണ്. ഇതിനുള്ള എന്താണെന്ന് എനിക്കറിയില്ല, ഖബറാണോ അത് വേറെ എന്തെങ്കിലും ആണോ, സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണത്? ദർഗാന്ന് തോന്നുന്നു, അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ ഉണ്ട്, ഒരു കാബന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തോ ആണ്, എനിക്കറിയില്ല. ദർഗാന്ന് തോന്നുന്നു. ഒരാളെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണെന്ന് തോന്നുന്നുണ്ട്. आपका घर है? ससमा का सिस्टर है, ग्रैंड मदर. आपका घर किधर है? हलियाल. हाँ. कहाँ, कितना दूर यहाँ से? 80 किलोमीटर. 80 किलोमीटर. ஓ, இவரு ஊருக்கு வராரு இப்போ. கெஸ்ட் இவங்க பேர குழந்தைன்னு நினைக்கிறேன். இவங்க கிராண்ட்மா ஹவுஸ், இது கிராண்ட்மா கர். அவங்க இப்போ வந்திருக்காங்க, 70 கிலோमीटर தாண்டி இப்போ வந்திருக்காரு. 70 किलोमीटर அவங்க ஊர் இருக்காமா? हाँ இருக்கு. आपका गांव का नाम क्या है? तेट्टीगेरा. यहाँ से 70 किलोमीटर, 80 किलोमीटर. वहाँ पूरा सिद्धी पीपल है. ओके. മുസ്ലിം പീപ്പിൾ. ഓക്കെ. മൂപ്പര് വല്യമ്മാന്റെ പെരേക്ക് വരികയാണ്, വരുന്ന വഴിയാണ്. 70-80 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ഇപ്പം മൂപ്പര് വരുന്നത്. അപ്പം വരുന്ന സമയത്ത് നമ്മളാണ് ആദ്യം മൂപ്പരെ ഇവിടെ സ്വീകരിക്കുന്നത്.
ഹലോ, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. സമയം രാവിലെ 5:30 ഞങ്ങൾ ഇന്നലെ സിദ്ധി വില്ലേജിലൊക്കെ പോയതിന് ശേഷം വൈകുന്നേര സമയത്ത് അവിടെ സ്റ്റേ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ദൂരം ട്രൈ ചെയ്തു പല സ്ഥലത്തും. പക്ഷേ എവിടെ നമുക്ക് സ്റ്റേ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വനമേഖല ആയതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ എവിടെയും സേഫായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഉമ്മിച്ചിഗി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ആ പെട്രോൾ പമ്പിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്തത്. ഇവിടെ വണ്ടി കൂടെ നിർത്തി ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ കിടന്നുറങ്ങി. ഞാനിപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും 24 hour പമ്പില്ല. ഒരു രാത്രി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. അവരെന്തായാലും സമ്മതിച്ച് വന്ന ഉടനെ തന്നെ. അപ്പോൾ ഇവിടെയാണ് കിടന്നത്. അവർ ലൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നേരം വെളുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉമ്മച്ചിഗി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എല്ലാ ഭാഗത്തും ഫോറസ്റ്റാണ് ചുറ്റുഭാഗം. ഇവിടെ ഒരു പമ്പുണ്ട്. പിന്നെ ഇവിടെ വണ്ടികളൊന്നുമില്ല. രാത്രിയൊന്നും ഇവിടെ വണ്ടികളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്രോൾ പമ്പൊക്കെ ഇവിടെ പകലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടെ ഉള്ള ആൾക്കാർ നല്ല ആൾക്കാരായിരുന്നു. അവർ സ്ഥലം നിൽക്കാൻ പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എഴുന്നേറ്റിട്ട് വേറെ ഈ സിദ്ധി വില്ലേജുകൾ തന്നെ വേറെ ഒരുപാട് നമുക്ക് കാണാനൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ഇൻറ്റീരിയർക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റ് ഈ എല്ലാപ്പൂരിൻ്റെ സബ്ജക്റ്റുകൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.